പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമാണോ മക്കൾക്ക്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? നിങ്ങൾ നല്ല മിടുക്കരായി പഠിക്കുന്നുണ്ടല്ലേ? നമ്മൾ ഏത് കൂദാശയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്? വിവാഹമെന്ന കൂദാശയെക്കുറിച്ച്. ഇപ്പോൾ തന്ന ഹോംവർക്കുകളൊക്കെ കൃത്യമായി ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചറിന് അയച്ചു കൊടുത്തോ? അങ്ങനെ ചെയ്തവരൊക്കെ ഒന്ന് കൈപ്പൊക്കിക്കേ. എല്ലാ കുട്ടികളും അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വിവാഹമെന്ന കൂദാശയുടെ തുടർച്ചയായിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? മക്കളൊന്ന് ശാന്തമായിട്ടിരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. കൈകൾ കൂപ്പി കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ഈശോയെ, കുഞ്ഞുങ്ങളായ ഞങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പഠിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും ഞങ്ങൾക്ക് അനുഗ്രഹം തരണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മ ഈ നിമിഷങ്ങളിലെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുമക്കളെ, നമ്മൾ വിവാഹമെന്ന കൂദാശയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ വിവാഹം എവിടെയാണ് നടന്നതെന്നാണ് നമ്മൾ പഠിച്ചത്? പറഞ്ഞേ നിങ്ങൾ. പറുദീസായിൽ. ആരാണ് ആദ്യത്തെ വിവാഹത്തിൻ്റെ കാർമ്മികൻ? അല്ലെങ്കിൽ ആ വിവാഹം ആശീർവദിച്ചതാരാണ്? ദൈവപിതാവല്ലേ? ആദത്തെയും ഹവ്വയെയും ഒന്നിപ്പിച്ചു. വിവാഹം ആശീർവദിച്ച് ആദ്യത്തെ കുടുംബത്തിന് പറുദീസായിൽ രൂപം നൽകി. കുഞ്ഞുങ്ങളെ, അങ്ങനെ ഭൂമിയിൽ ആദ്യത്തെ കുടുംബം രൂപം കൊണ്ടു. ദൈവത്തിൻ്റെ മനസ്സിലെ സ്വപ്നമായിരുന്നു ഒരു കുടുംബം. കാരണം സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാൻ ദൈവം ആദത്തെയും ഹവ്വയെയും പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ഒരുമിപ്പിച്ചു. അപ്പോൾ നല്ല കുടുംബത്തിലാണ് നല്ല മക്കൾ ജനിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നല്ല കുടുംബത്തിലാണ് നല്ല മക്കൾ ജനിക്കുന്നത്. ഇപ്പോൾ സിസ്റ്ററിനോട് ഒരു കൊച്ചു വന്ന് ചോദിച്ചു, ഒരു ചെറിയ പയ്യൻ വന്ന് ചോദിച്ചു, ദൈവപിതാവ് സൃഷ്ടിച്ച ആദത്തിനും ഹവ്വായ്ക്കും ഉണ്ടായ മക്കള് ആരൊക്കെയാണ്? കായേനും ആബേലും. എന്നിട്ട് എന്തിയേ? ഈ ആദ്യത്തെ കുടുംബത്തിൽ തന്നെ ഒരു കൊലപാതകം നടന്നേ. അതായത് കായേൻ ആബേലിനെ കൊന്നില്ലേ? സിസ്റ്റർ, അതെങ്ങനെ ശരിയാകും? സിസ്റ്റർ ആ കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തു, പ്രിയപ്പെട്ട മോനെ, ദൈവത്തെ ധിക്കരിച്ച്, ദൈവകൽപ്പനകൾ ധിക്കരിച്ച് ആര് പാപം ചെയ്തു? ആദവും ഹവ്വയും തെറ്റ് ചെയ്തു അല്ലേ? അവരെന്നിട്ട് പറുദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പിന്നെയാണ് അവർക്ക് ഈ കായേനും ആബേലുമൊക്കെ ജനിക്കുന്നത്. അതായത് ദൈവം സ്ഥാപിച്ച കുടുംബത്തിൽ, ദൈവം അനുഗ്രഹിക്കുന്ന കുടുംബത്തിൽ ആരുണ്ടായിരിക്കും? ദൈവം അവരുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ദൈവകൽപ്പനകൾ ലംഘിച്ച് ദൈവത്തെ അനുസരിക്കാതെ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴോ നമ്മുടെ കുടുംബത്തിൽ മറ്റു പലരും വന്നു കയറും. ആരാണ്? നമ്മുടെ ശത്രുവായ സാത്താൻ വന്ന് കയറും. അപ്പോഴോ ആ കുടുംബത്തിൽ നല്ല കുഞ്ഞുങ്ങളൊന്നും ജനിക്കില്ല അല്ലേ? വിശുദ്ധമായ കുടുംബത്തിലാണ് വിശുദ്ധരായ മക്കൾ ജനിക്കുക. അങ്ങനെ ഒരു കുടുംബത്തെ സിസ്റ്റർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. കൊച്ചു ത്രേസ്യ പുണ്യവതിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരാണ് കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ മാതാപിതാക്കള്? പേര് പറഞ്ഞേ. ലൂയി മാർട്ടിനും സെലി ഗുരനും അല്ലേ? അവർക്ക് ഉണ്ടായ മക്കളിൽ 5 പേരും വിശുദ്ധരാണ്. 5 പേരും. അതുപോലെ ലൂയി മാർട്ടിനും സെലി ഗുരനും ഇപ്പോൾ വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു കഴിഞ്ഞു. ഈ 5 മക്കളും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ സമർപ്പിത ജീവിതം തിരഞ്ഞെടുത്തു. ഇതാണ് സിസ്റ്റർ പറഞ്ഞത്. വിശുദ്ധമായ കുടുംബത്തിലാണ് വിശുദ്ധരായ മക്കൾ ജനിക്കുന്നത്. നിങ്ങളൊക്കെ നല്ല വിശുദ്ധരായ മക്കളല്ലേ?
അപ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വിവാഹം എന്ന കൂദാശ ഈശോ സ്ഥാപിച്ച് ഈശോ ഒരു കുടുംബത്തെ അനുഗ്രഹിക്കുമ്പോൾ അവരുടെ കഷ്ടപ്പാടിലും അവരുടെ വേദനകളിലും അവരുടെ ജീവിതത്തിലെ രോഗങ്ങളിലും ഒക്കെ ആരുണ്ടായിരിക്കും കൂട്ട്? ഈശോ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടു, നമ്മളൊരു തീരുമാനം എടുത്തു. എന്താണ്? എല്ലാ ദിവസവും നമ്മുടെ പപ്പയ്ക്കും മമ്മിക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. നിങ്ങളങ്ങനെ ചെയ്തോ? നമ്മൾ എന്നും നമ്മുടെ പപ്പയ്ക്കും മമ്മിക്കും വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം നമ്മളെ വളർത്തുവാൻ വേണ്ടി, കുഞ്ഞുങ്ങളായ നിങ്ങളെ വളർത്താൻ വേണ്ടി എത്ര ത്യാഗം അവർ ചെയ്യുന്നത്, എത്ര കഷ്ടപ്പാടുകൾ സഹിക്കുന്നുണ്ട്. രാവിലെ എണീറ്റ് അമ്മ അടുക്കളയിൽ പോയി ഭക്ഷണമൊക്കെ പാകം ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾക്ക് തരുന്നല്ലേ? അപ്പയോ? അപ്പ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വിയർത്തൊഴുകി അല്ലേ, ഒത്തിരിയേറെ കഠിനാധ്വാനം ചെയ്ത് അല്ലെങ്കിൽ ജോലി ചെയ്ത് സമയം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ച് അങ്ങനെയല്ലേ നിങ്ങളെ സ്നേഹിക്കുന്നത്? അപ്പോൾ നമ്മുടെ കടമയാണ്, നിങ്ങളുടെ കടമയാണ് പപ്പയ്ക്കും അമ്മയ്ക്കും വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. മാതാപിതാക്കൾ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്. ശ്രദ്ധിച്ചു കേട്ടെ, മാതാപിതാക്കൾ ആരുടെ പ്രതിനിധികളാണ്? മാതാപിതാക്കൾ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്. ദൈവത്തിന് നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? ദൈവത്തോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? ഉണ്ടല്ലേ? അപ്പോൾ കാണപ്പെടുന്ന ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് നമ്മൾക്ക് കാണാവുന്നവരാണ് ആര്? നമ്മുടെ മാതാപിതാക്കൾ. അവരെ നമ്മൾ ദൈവത്തെ പോലെ സ്നേഹിക്കണം അല്ലേ? ഏറ്റവും അധികമായി നമ്മൾ സ്നേഹിക്കേണ്ടത് ദൈവത്തെ. പിന്നെയോ ദൈവം തന്ന നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കണം. കാരണം എന്താ? അവർ നമുക്ക് വേണ്ടി ഒത്തിരിയേറെ ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും, എൻ്റെ അപ്പയ്ക്ക് എന്നോടല്ല ഇഷ്ടം, കുഞ്ഞാവിയോടാണ് ഇഷ്ടം, അനിയത്തിയോടാണ് ഇഷ്ടം, അനിയനോടാണ് ഇഷ്ടം, അല്ല ചേച്ചിയോടാണ് ഇഷ്ടം. ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ കുഞ്ഞുങ്ങൾക്ക്? ചിലർക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടല്ലേ? പക്ഷേ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഇത്രയും അധികം സ്നേഹിച്ച് നിങ്ങൾ ഇത്ര വലുതാകുന്നിടത്തോളം നിങ്ങൾ വളർത്തി, നിങ്ങളെ വലുതാക്കി, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി, അവർ ചിലപ്പോൾ സ്നേഹമൊക്കെ പ്രകടിപ്പിച്ചില്ലെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് എത്ര സ്നേഹമുണ്ടെന്നറിയാമോ? നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ അപ്പയും അമ്മയും നിങ്ങളെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ, ഈശോ നിങ്ങളെ അനുഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ അപ്പയും അമ്മയും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഇത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. അപ്പയ്ക്കും അമ്മയ്ക്കും ദൈവം തന്ന ദാനമാണ് മക്കളായ നിങ്ങൾ. അതായത് ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ. അപ്പോൾ നിങ്ങളെ ദൈവത്തിന് ഒത്തിരി ഇഷ്ടമല്ലേ? ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമല്ലേ? അതുകൊണ്ടാണ് അപ്പയ്ക്കും അമ്മയ്ക്കും സമ്മാനമായി കൊടുത്തവരാണ് നിങ്ങൾ. അപ്പം നിങ്ങൾ വലിയ വിലപ്പെട്ട ആൾക്കാരാണ്. നിങ്ങൾ ചെറിയ ആൾക്കാരല്ല, ദൈവം കൊടുത്ത സമ്മാനമാണ് മക്കൾ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമുക്ക് ഒരു മാതൃകാ കുടുംബം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ കുടുംബം മാതൃകാ കുടുംബം ആണോ എന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു മാതൃകാ കുടുംബം എന്ന് പറഞ്ഞാൽ മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളും മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കുന്ന മക്കളും ഉൾപ്പെട്ടതാണ് ഒരു മാതൃകാ കുടുംബം. ശ്രദ്ധിച്ച് കേട്ടെ, നിങ്ങളുടെ കുടുംബം മാതൃകാ കുടുംബം ആണോ? മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ. അപ്പയ്ക്കും അമ്മയ്ക്കും നിങ്ങളോട് സ്നേഹമില്ലേ? നിങ്ങളോട് സ്നേഹമുണ്ട്. എന്നാൽ അപ്പയോടും അമ്മയോടും അവരെ അനുസരിച്ച് ജീവിക്കുന്ന കുഞ്ഞുങ്ങളാണോ നിങ്ങൾ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അപ്പയും അമ്മയും പറയുന്നത് ഞാൻ പൂർണ്ണമായിട്ട് അനുസരിക്കുന്നുണ്ടോ? അവരെന്നോട് ചെയ്യാൻ പറയുന്ന കൊച്ചു കൊച്ചു ജോലികൾ ഞാൻ ചെയ്യുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളായ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം.
അപ്പോൾ മാതൃകാ കുടുംബം ആയിത്തീരുവാൻ, അല്ലെ നമ്മുടെ കുടുംബം ഒരു മാതൃകാ കുടുംബം ആയിത്തീരുവാൻ ആരൊക്കെ പരിശ്രമിക്കണം? അപ്പയും അമ്മയും മാത്രം പരിശ്രമിച്ചാൽ മതിയോ? പോരാ, കുഞ്ഞുങ്ങളായ നിങ്ങൾ പരിശ്രമിക്കണം. എൻ്റെ വീട്, എൻ്റെ കുടുംബം ഒരു മാതൃകാ കുടുംബമായി മാറണം. അതിനെന്ത് ചെയ്യണം? അപ്പയും അമ്മയും തരുന്ന നിർദ്ദേശങ്ങളോട് നിങ്ങൾ അനുസരിക്കണം. നിങ്ങൾ അവരെ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം. കുഞ്ഞുമക്കളെ, ഈശോ അപ്പയെയും അമ്മയെയും ഏൽപ്പിച്ച കടമകളെക്കുറിച്ച് നിങ്ങൾക്കറിയണ്ടേ? അവരെ കുറേ ഉത്തരവാദിത്തങ്ങൾ ദൈവപിതാവ് ഈശോ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കടമയാണ് മക്കളുടെ എല്ലാവിധ വളർച്ചയ്ക്കും ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. എന്താണ്? മക്കളായ നിങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. എല്ലാവിധ വളർച്ചയ്ക്കും. നിങ്ങളോട് വേദപാഠ ക്ലാസ്സിൽ സംബന്ധിക്കാൻ പറയുന്നില്ലേ? നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ? അതുപോലെ നിങ്ങളോട് പള്ളിയിൽ പോകാൻ പറയും. പിന്നെ നിങ്ങൾ കുറച്ചുകൂടി വളർന്നു കഴിയുമ്പോൾ നിങ്ങളോട് പറയും കൂദാശകൾക്കൊന്നും മുടക്കം വരുത്തരുത്, ഇടയ്ക്കിടയ്ക്ക് പോയി കുമ്പസാരിക്കണം. ഞായറാഴ്ചകളിലും തിരുനാളുകളിലും സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം നിങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം. അതുപോലെ നിങ്ങൾ ഈ മൊബൈൽ ഫോണും ടി വിയും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിനൊരു മിതത്വം പാലിക്കണം. എപ്പോഴും ടി വിയുടെ മുമ്പിൽ നിങ്ങൾ ഇരിക്കരുത്. മൊബൈൽ ഫോണിലെ ഗെയിമുകളൊക്കെ കളിച്ച് സമയം പാഴാക്കരുത്. അതുപോലെ നിങ്ങളെ നന്നായിട്ട് അവർ പഠിപ്പിക്കും, അല്ലേ? നിങ്ങൾക്ക് ആവശ്യം ഉള്ളിടത്തോളം വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി അപ്പയും അമ്മയും കഷ്ടപ്പെടുന്നുണ്ട്. ഇതൊക്കെ അവരുടെ കടമകളാണ്. നല്ല മാതാപിതാക്കൾ മക്കളുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് വേണ്ടി ഒത്തിരിയേറെ ത്യാഗം സഹിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. കുട്ടികളെ പഠിപ്പിച്ചാൽ, അല്ലെങ്കിൽ മക്കളെ നിങ്ങളെ പഠിപ്പിച്ചാൽ മാത്രം മതിയോ? നിങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകിയാൽ മാത്രം മതിയോ? നിങ്ങളുടെ ഭൗതികമായ ആവശ്യങ്ങൾ, അതായത് നല്ല ഉടുപ്പ്, നല്ല ഭക്ഷണം, എപ്പോഴും കളി, ചിരി, സന്തോഷം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ നല്ല മാതാപിതാക്കൾ? പോരാ, നിങ്ങളുടെ ആത്മാവിൻ്റെ കാര്യവും കൂടി മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ടോ? സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് അവർ ഭക്തിപൂർവ്വം ഈശോയോട് പ്രാർത്ഥിക്കുന്നുണ്ടോ? ബൈബിള് വായിക്കുന്നുണ്ടോ? പരിശുദ്ധ അമ്മയോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ജപമാല ചൊല്ലുന്നുണ്ടോ? എൻ്റെ കുഞ്ഞ് വിശുദ്ധിയിലാണോ വളരുന്നത്? അതുപോലെ അവരുടെ കൂട്ടുകാരൊക്കെയാണ്? നല്ല കൂട്ടുകാരാണോ? അതോ അവൻ വഴിതെറ്റി പോവുകയാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടത് ആരുടെ കടമയാണ്? നല്ല മാതാപിതാക്കളുടെ കടമയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിൽ മാതാപിതാക്കൾ നിങ്ങൾക്ക് ഉപദേശം തരുമ്പോൾ, നിർദ്ദേശം തരുമ്പോൾ നിങ്ങളത് കൃത്യമായി പാലിക്കണം. മക്കൾക്ക് മനസ്സിലായോ? അതുപോലെ തന്നെ ഈശോയോടുള്ള വിശ്വാസത്തിൽ വളർത്താനുള്ള കടമ മാതാപിതാക്കളെ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാൻ പറഞ്ഞാൽ, വചനം വായിക്കാൻ പറഞ്ഞാൽ, മോനെ പോയൊരു കൊന്ത ചെല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കണം. കാരണം അപ്പയെയും അമ്മയെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കടമയാണ് അത്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അപ്പയ്ക്കും അമ്മയ്ക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമോ നിങ്ങൾ? അപ്പയുടെയും അമ്മയുടെയും കടമകൾ നിങ്ങൾ കണ്ടു, അല്ലേ? നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കി. ഇനി മക്കളായ നിങ്ങളുടെ കടമ എന്താണ്? നമ്മളെയും കുഞ്ഞുങ്ങളായ നിങ്ങളെ ഒരുപാട് കടമകൾ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അതായത് മാതാപിതാക്കളെ അനുസരിക്കണം, അവരെ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം. അതുപോലെ കുഞ്ഞുങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം, അപ്പയുടെയും അമ്മയുടെയും കഷ്ടപ്പാടുകൾ നിങ്ങൾ മനസ്സിലാക്കണം. അവർ എത്ര കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തുന്നത്, അല്ലെ? അവരെത്ര ത്യാഗം ചെയ്താണ് എന്നെ വളർത്തുന്നത്. ഇങ്ങനെ പാവപ്പെട്ട മക്കളാണെങ്കിലും പണമുള്ള മക്കളാണെങ്കിലും സമ്പന്നരാണെങ്കിലും ദരിദ്രരാണെങ്കിലും നമ്മുടെ മാതാപിതാക്കൾ ദൈവം തന്ന അനുഗ്രഹമാണ്. അതുപോലെ മക്കളോ അപ്പയ്ക്കും അമ്മയ്ക്കും ദൈവം കൊടുത്ത സമ്മാനങ്ങളാണ് നിങ്ങൾ. അപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ
പണമോ അല്ലെങ്കിൽ പ്രതാപമോ സമ്പത്തോ ഒന്നുമല്ല വിഷയം. സമാധാനം ഉണ്ടായിരിക്കും, സ്നേഹമുണ്ടായിരിക്കും, ഐക്യമുണ്ടായിരിക്കും. അപ്പയും അമ്മയും മക്കളൊക്കെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന കുടുംബമായിരിക്കും നമ്മുടേത്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുകയാണ്, കുട്ടികളെ, കർത്താവിൽ മാതാപിതാക്കളെ അനുസരിക്കുവിൻ, അത് നിങ്ങളുടെ കർത്തവ്യമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. പൗലോസ് ശ്ലീഹ പറയുകയാണ്, കുഞ്ഞുമക്കളെ, കർത്താവിൽ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ അനുസരിക്കണം, അത് നിങ്ങളുടെ കടമയാണ്. അതുകൊണ്ട് മാതാപിതാക്കളെ സ്നേഹിക്കണം, അവരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കണം. കുഞ്ഞുമക്കൾ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ. ആ മകളെ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന ഒരു അപ്പയുടെ കഥയാണിത്. Daddy is the sweetest daddy in the world. Daddy is the most handsome, the smartest, the most clever, the kindest. He is my Superman. Daddy wants me to do well at school. Daddy is just great, but he lies. He lies about having a job. He lies about having money. He lies that he's not tired. He lies that he's not hungry. He lies that we have everything. He lies about his happiness. He lies because of me. മക്കൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടോ? ആ കുഞ്ഞുമോളെ നല്ലൊരു സ്കൂളിൽ വിട്ട് പഠിപ്പിച്ച് ഒരു മിടുക്കിയാക്കി വളർത്താൻ വേണ്ടി ആ അപ്പ ചെയ്യുന്ന കഷ്ടപ്പാടുകൾ കണ്ടോ? ആ കുഞ്ഞുമോൾ ഒരിക്കലും തൻ്റെ ഈ അധ്വാനങ്ങളോ താൻ ചെയ്യുന്ന ആ പണികളോ ജോലികളോ ഒന്നും അറിയാതിരിക്കാൻ വേണ്ടി അപ്പ എന്തെല്ലാം കഷ്ടപ്പാടുകളിലൂടെയാണല്ലേ കടന്നു പോകുന്നത്. ആ മോളെ പഠിപ്പിക്കാൻ വേണ്ടി അപ്പ ചുമടെടുക്കുന്നു, പാത്രം കഴുകുന്നു, പല ജോലികൾ അന്വേഷിച്ച് പോകുന്നു. പക്ഷേ ഈ കുഞ്ഞുമോളെ വലിയൊരു സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നു.
ഈ മോള് അപ്പയുടെ കഷ്ടപ്പാടൊന്നും അറിയുന്നില്ല. പക്ഷേ ഒരു ദിവസം കുഞ്ഞുമോള് മനസ്സിലാക്കിയാണ്, എൻ്റെ അപ്പ ഇത്രയേറെ കഷ്ടപ്പെടുന്നത്, ഇത്രയേറെ ത്യാഗം ചെയ്യുന്നത് എന്നെ നല്ലൊരു നിലയിൽ വളർത്താനാണ്. ആ കുഞ്ഞുമോള് അവൾക്ക് കിട്ടിയ സമ്മാനങ്ങളും ട്രോഫികളും അവൾക്ക് കിട്ടിയ എല്ലാ അംഗീകാരങ്ങളും അപ്പയ്ക്ക് കൊടുക്കുകയാണ് അല്ലേ. അപ്പയെ അവള് അത്രയധികം സ്നേഹിക്കുകയാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളറിയാതെ, നിങ്ങൾ മനസ്സിലാക്കാതെ ഒത്തിരിയേറെ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും അപ്പയും അമ്മയും നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വിവാഹം എന്ന കൂദാശയിലൂടെ ഒരുമിച്ച് ജീവിക്കാൻ ദൈവം അനുവദിച്ച നമ്മുടെ അപ്പയും അമ്മയും, അങ്ങനെ നമ്മുടെ ഈ കുടുംബം, നമ്മുടെ വീട്, ദൈവം കൂടെയുള്ള, ദൈവം വസിക്കുന്ന ഈ കുടുംബത്തിൽ നമ്മൾ മക്കള് ജനിച്ചു. ദൈവം ദാനമായി നിങ്ങളെ അപ്പയ്ക്കും അമ്മയ്ക്കും കൊടുത്തു. അപ്പോൾ എന്തു ചെയ്യണം? സിസ്റ്റർ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാ ദിവസവും അപ്പയ്ക്കും അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇനി നമ്മുടെ കുടുംബം, നമ്മുടെ വീട്, നമ്മുടെ ഭവനം എപ്പോഴും ആരെയാണ് മാതൃകയാക്കേണ്ടത്? നസ്രത്തിലെ തിരുക്കുടുംബം പോലെ. യോസേപ്പിതാവും മാതാവും ഉണ്ണീശോയും അവർ സന്തോഷത്തോടെ ജീവിച്ചല്ലേ. യോസേപ്പിതാവിൻ്റെ ജോലി എന്തായിരുന്നു? ഒരാശാരിയായിരുന്നല്ലേ. പരിശുദ്ധ അമ്മയോ? അമ്മ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് വസ്ത്രങ്ങളൊക്കെ നെയ്ത് ദാരിദ്ര്യത്തിൽ അല്ലെ കഷ്ടപ്പാടിലൊക്കെ ജീവിച്ച ഒരു കുടുംബമായിരുന്നു യോസേപ്പിതാവിൻ്റെ, മാതാവിൻ്റെ, ഉണ്ണീശോയുടെ തിരുക്കുടുംബം. പക്ഷേ അവർക്ക് എന്തുണ്ടായിരുന്നു? അവർക്ക് പരസ്പര സ്നേഹമുണ്ടായിരുന്നു, ഐക്യം ഉണ്ടായിരുന്നു, പരസ്പരം അവർ മനസ്സിലാക്കിയിരുന്നു. ഉണ്ണീശോയുടെ സാന്നിധ്യം കൊണ്ട് ആ കുടുംബം കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ വീട്ടിലെ ഉണ്ണീശോ ആയിരിക്കണം നിങ്ങൾ. ഉണ്ണീശോയെപ്പോലെ അപ്പയും അമ്മയും അനുസരിച്ച് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ജീവിക്കേണ്ടവരാണ് നിങ്ങൾ. നിങ്ങളതിന് പ്രത്യേകം കടപ്പെട്ടവരാണ്. കാരണം നിങ്ങൾ ഈശോയെ സ്വീകരിക്കാൻ, ആഘോഷമായി ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോഴും നമ്മൾ ഈ പാഠം പഠിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ സന്തോഷം പകരുന്ന ഒരു കുഞ്ഞായി ജീവിക്കാൻ പരിശ്രമിക്കണം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അങ്ങനെ നമ്മുടെ വീട് ഈ ഭൂമിയിലെ ഒരു പറുദീസയാക്കി മാറ്റണം. ഈശോ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ കുടുംബം ആയിത്തീരണം. കുഞ്ഞുമക്കൾ നല്ല അനുസരണമുള്ളവരായി, അപ്പയും അമ്മയും സ്നേഹിക്കുന്ന മക്കളായി, നല്ല മാതൃകയോടെ ജീവിക്കുന്ന മക്കളായി നിങ്ങൾ വളരണം. അപ്പോഴും നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാൻ, ഓർമ്മിക്കാൻ ഒരു തിരുവചനം നിങ്ങളെ സിസ്റ്റർ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 9-ാം തിരുവചനങ്ങൾ. ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതെ ഇരിക്കട്ടെ. നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം തുറന്ന് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 9-ാം തിരുവചനം നമ്മളത് പഠിച്ചതാണ്. ഒരിക്കൽ കൂടി ഓർക്കുക, ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമുക്ക് ഈ പാഠത്തിൽ നമ്മൾ 3 ചോദ്യങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഉത്തരം കണ്ടെത്തി. ഇനി ഒരു ചോദ്യം കൂടെ നമ്മൾ ഉത്തരം കണ്ടെത്താനുണ്ട്. അതായത്, ഒരു മാതൃകാ കുടുംബത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? നിങ്ങൾ ഇതിൻ്റെ ഉത്തരം കണ്ടെത്തുക, നോട്ട് ബുക്കിൽ എഴുതുക, നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കുക. നല്ല മക്കളായി, കുടുംബത്തിലെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളായി, അപ്പയും അമ്മയും അനുസരിക്കുന്ന ഈശോയ്ക്ക് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളായി നിങ്ങൾ വളരണം. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കൈകൾ കൂപ്പി കണ്ണടച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ട ഈശോയെ, അപ്പയും അമ്മയും ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു. ഈ കുടുംബത്തിൽ ഏറ്റവും നല്ല മകനായി, മകളായി വളരുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഈശോയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ, ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ഈശോ വളർന്നു വന്നതുപോലെ ഞങ്ങൾ ഓരോരുത്തരും അപ്പയും അമ്മയും പറയുന്നത് അനുസരിച്ച് എല്ലാവരെയും സ്നേഹിച്ച് നല്ല മകനായി, മകളായി വളരുവാൻ അനുഗ്രഹിക്കണമേ.
പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Sweet silver bells, all seem to say, throw kiss away. Christmas is here, bringing the cheer to young and old, meet in the ball, ding dong ding dong. That is a song which is fulling, all caroling. One city or words you could cheer from everywhere, feel in the air. Oh, how they pound, raise in the song, all he liked to tell in the tear. Get in the river, people say, songs you could change.